എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രാമസീതാ തത്വം എന്ന ഭാഗമാണ് അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ നിന്നെടുത്ത് ചേർത്തിട്ടുള്ള ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയും കാനനത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത അയോധ്യ മുഴുവൻ പരന്നു. അയോധ്യ നിവാസികളെല്ലാം ഒരുമിച്ചു ചേരുന്നു. ശ്രീരാമചന്ദ്രന്റെ വിയോഗത്താൽ ശ്രീരാമചന്ദ്രൻ അയോധ്യ വിട്ടുപോകുന്നത് അവർക്ക് സഹിക്കാനാവുന്നില്ല. ചിലരൊക്കെ പ്രതിഷേധ ശബ്ദമുയർത്തി, ചിലരൊക്കെ പൊട്ടിക്കരഞ്ഞു. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളും ഒപ്പം പോകും എന്ന് ചിലർ ഉറപ്പിച്ചു പറഞ്ഞു. ഈ അവസരത്തിൽ വാമദേവ മഹർഷി എല്ലാവരെയും വിളിച്ച് അടുത്തു നിർത്തി രാമസീതാ തത്വം അയോധ്യ നിവാസികൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ ജനകജ, ലക്ഷ്മീ ഭഗവതി ലോകമായ പരാ. മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. ശ്രീരാമചന്ദ്രനായത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ്. അനന്തനാണ് ലക്ഷ്മണനായി വന്നത്. ജനകാത്മജയായ സീത ലക്ഷ്മി ഭഗവതിയാണ്. ചൈതന്യ സ്വരൂപനായ ഭഗവാൻ തന്റെ മായാതത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രനായി ഈ ഭൂമിയിലേക്ക് കടന്നെത്തിയത്. ചൈതന്യ സ്വരൂപനായ ഭഗവാൻ ഈ ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ നിഹനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ശിഷ്ടരെ രക്ഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ശ്രീരാമചന്ദ്രനായി ഭഗവാൻ വരുന്നതിനു മുമ്പ് തന്നെ പലതരത്തിലുള്ള അവതാരങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. ബ്രഹ്മദേവന്റെ മുഖാന്തർഭാഗത്തു നിന്ന് ആവിർഭവിച്ച വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയ ഹയഗ്രീവനെ വധിക്കുവാൻ ഭഗവാൻ മത്സ്യമായ അവതാരം ചെയ്തു. പാലാഴിയിൽ ആണ്ടുപോയ മന്ദരപർവ്വതത്തെ ഉയർത്താൻ ഭഗവാൻ കൂർമ്മമായി. ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ ഉയർത്തുവാൻ ഭഗവാൻ വരാഹമായി.
ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുവാൻ ഭഗവാൻ നരസിംഹമായി. മഹാബലിയിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ഇന്ദ്രന് വീണ്ടെടുത്ത് മഹാബലിയുടെ അഹങ്കാരത്തെ നശിപ്പിച്ച് പാതാള ലോകങ്ങളിൽ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് അയച്ച് ശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടി ഭഗവാൻ ഇന്ദ്രന്റെ അനുജനായി ഉപേന്ദ്രനായി അദിതി ദേവിയിൽ നിന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന പാദവും തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ പാദവും ചേരുന്ന അഭിജിത്ത് മുഹൂർത്തത്തിൽ ജാതനായി. ഭൂമിയെ സംരക്ഷിക്കേണ്ടുന്ന ഭരണാധികാരികളുടെ മനസ്സുകളിൽ ദുഷ്ടത വർദ്ധിച്ച് അവർ സാധുജനങ്ങളെ വല്ലാതെ ദ്രോഹിച്ചപ്പോൾ അവരെ നിഖനിച്ചു ഭൂമിയെ സംരക്ഷിക്കുവാൻ ഭഗവാൻ ബ്രാഹ്മണശ്രേഷ്ഠനായി ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായ ആവേശ അവതാരമായി സ്വീകരിച്ചു. തുടർന്ന് ദശരഥ നന്ദനായി ശ്രീരാമചന്ദ്രനായി കൗസല്യാത്മജനായി ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ, രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ നിഹനിച്ച് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതേ ഭഗവാൻ തന്നെ കൃഷ്ണനായി കൽക്കിയായി ഒക്കെ അവതാരം ചെയ്യും. ഇതെല്ലാം ഭഗവാന്റെ മായാലീലകളാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ ദിവസം നാരദൻ ഈ കൊട്ടാരത്തിലേക്ക് വരികയുണ്ടായി. നാരദൻ അഭ്യർത്ഥിച്ചത് പ്രകാരം ഭഗവാൻ പറയുകയുണ്ടായി, നക്തഞ്ചരന്മാർ ഈ ഭൂമിയിലെങ്ങും അവരുടെ ദുഷ്ടത വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ നക്തഞ്ചരന്മാരെ, അതായത് ആ രാക്ഷസന്മാരെ വധിക്കുന്നതിന് വേണ്ടി ഞാൻ ഉടനെ തന്നെ പുറപ്പെടും എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. അത് പ്രകാരമാണ് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപനായ ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശത്തെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് കാനനാന്തരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലും സന്താപപ്പെടരുത്. ഭഗവാന്റെ സദ്വചനങ്ങളെ, ഭഗവാന്റെ പാദകമലങ്ങളെ ചിന്തിച്ചുകൊണ്ട് സന്തോഷമായി ഓരോരോ ഗേഹങ്ങളിലേക്ക് പോയി വസിക്കണം എന്ന് വാമദേവ മഹർഷി പ്രിയമുള്ള അയോധ്യാവാസികളോട് പ്രതിപാദിക്കുക. വളരെ ശ്രേഷ്ഠമാണ് രാമ-സീതാ തത്വം. ആ രാമ-സീതാ തത്വം അറിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം രാമന്റെ കഥകളിൽ യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും പ്രകടിപ്പിക്കില്ല. ഭഗവാന്റെ മായാമനുഷ്യനായ അവതാരം ചെയ്ത ഭഗവാന്റെ ലീലാവൈശിഷ്ട്യങ്ങളെ വളരെ ഭക്തിയോടെ ഓരോരുത്തരും സ്വീകരിക്കും എന്നുള്ളതൊരു സംശയമില്ല. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.